ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പുകണി ബ്ലോഗ്സ്. ഗൈസ്, ഇന്നൊരു തെന്മല ബ്ലോഗാണ് ഗൈസ്. ഇതാണ് ഗൈസ് ടിക്കറ്റ് കൗണ്ടർ. അപ്പം കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഗൈസ്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ റോഡിൽ കൂടെ കുറച്ച് നടന്ന് തെന്മല ഡാമിലോട്ടാണ് പോണത് ഗൈസ്. ഇതാണ് തെന്മല ഡാം. അത് കഴിഞ്ഞ് ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് കൊടുത്തിട്ടേ അകത്ത് കയറാൻ പറ്റൂ. അവിടുത്തെ ഒരു വെളിയിലൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി ടിക്കറ്റൊക്കെ കാണിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് പേര് ഫ്രണ്ടിലോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഈ സ്റ്റെപ്പ് വഴിയാണ് ഗൈസ് നമ്മൾ നടന്നു പോയത് ഗൈസ്. പിന്നെ നല്ല ചൂടും വെയിലൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ വെള്ളം പോലും വാങ്ങാതെയാണ് ഗൈസ് അത് ഫുള്ള് റൗണ്ട് അടിച്ച് കാണാൻ വേണ്ടി കയറിയത്. ഫസ്റ്റ് ടൈമാണ്. അപ്പോഴും അവിടെ എന്താണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഡിനോസർ ഫുൾ അങ്ങനെ കുറച്ച് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഡിനോസറിൻ്റെ ആ ഒരു ഇത് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ നടന്ന് കുറച്ച് അങ്ങ് പോയി, കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച്. ഇതാണ് ഗൈസ് പപ്പു, എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ നിൽക്കുന്നത് ലച്ചു ഗൈസ്. അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. വിശ്രമം വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. ഹോസ്റ്റലിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്, പെട്ടെന്ന് കയറുകയും വേണം, ആ ഒരു ഇതായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ചുറ്റി കാണണം, പോകണം, ആ ഒരു ഇതിലായിരുന്നു പോയത്. അപ്പം ഇരിക്കാനൊന്നും പറ്റിയില്ല. അപ്പം അവിടെ നിന്ന് ആ മലയൊക്കെ നോക്കിയപ്പം നല്ല ഭംഗി കാണാനൊക്കെ. എനിക്ക് കൂടുതലും ഈ ട്രാവൽ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ കാട് മല അങ്ങനെയൊക്കെ ഉള്ളതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഗൈസ്. ഇത് ലച്ചു എന്തോന്നൊക്കെ തള്ളിയാണ് പോണത്, എന്തോന്നൊക്കെ പറഞ്ഞിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അവൾ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ തൊട്ടപ്പുറത്ത് സംഭവം കുഴി കണക്കാണ്, വീണാൽ അങ്ങോട്ട് പോവും. അതൊക്കെ എന്തൊക്കെയായിരുന്നു പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡിൽ കൂടെ പെയിൻറ്റ് വലിച്ച് കയറ്റും, ഒരു സൈഡിൽ കൂടെ ടോപ്പ് പിടിച്ച് വണ്ടിയിലോട്ടിടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ബാക്ക് ക്യാമറ എടുത്ത് നടക്കുമ്പം ചെറിയ ഫോണായതുകൊണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് വിഷയമുണ്ട്. സ്വന്തമായിട്ടാണല്ലോ എടുക്കുന്നത്, വീഡിയോയ്ക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഗൈസ്. ഇതൊക്കെ ഡിനോസറാണ് ഗൈസ്. മെയിനായിട്ടൊരു ഡിനോസറിൻ്റെ ഒരു ഇതന്നെ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഫുള്ള് ഡിനോസറാണ്. തൊട്ട് മണ്ടയിലും ഒരു ഡിനോസറുണ്ട്, അതുപോലെ കാണാൻ പറ്റിയില്ല. ഇവിടെ ഫുള്ളായിട്ട് ഫോട്ടോയൊക്കെ എടുത്തു ഗൈസ്. അങ്ങനെ വീണ്ടും നടക്കുന്നു ഗൈസ്. ഗൈസ്, ഇതാണ് അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് വലിയ ഡിനോസർ. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ, ചുറ്റി കാണണമെങ്കിൽ നമ്മൾ നടക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അടുത്തൊരു ഡിനോസറിനെ കണ്ട് ഗൈസ്. ഇടയ്ക്ക് വെച്ച് നമുക്കത് റിയലാണോ എന്നൊക്കെ അങ്ങ് തോന്നിപ്പോകും ഗൈസ്. ഇത് വേറൊരു ഡിനോസർ ഗൈസ്. ഇത് വേറൊരു ഡിനോസർ. ഒരു 600 മീറ്റർ ഒരു സംഭവം വരെ ഫുള്ള് ഡിനോസർ അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരിക്കും.
എന്തോ മുള്ളം പന്നി അങ്ങനെ എന്തോ ഒരു സാധനമാണ്. പപ്പുവാണ് ലച്ചുവാണ് പറഞ്ഞത് ഇങ്ങനെ മുള്ളം പന്നിയാണെന്ന്. എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തോ ഒരു മൃഗത്തിനെ കണക്കിരിക്കുന്നു. എനിക്കറിയത്തില്ലായിരുന്നു, അങ്ങനെ അവർ പറഞ്ഞതാണ്. അതും ഡിനോസറാണ് ഗൈസ്, അതും ഡിനോസറാണ്. അതെന്തോ മുള്ളം പന്നി കേട്ടോ. പക്ഷെ ഇതിൻ്റെ അവിടെ എല്ലാം ബോർഡ് വെച്ചിട്ട് എന്താണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് അതങ്ങ് വിട്ട്. ഇടയ്ക്കുള്ളതൊക്കെ അത് ഇടയ്ക്ക് വെച്ചാണ് അത് ശ്രദ്ധിച്ചത് എന്താണ് ഏതാണെന്നുള്ളത്. ഗൈസ് ഇതെന്തുവാണ്? അത് ഡിനോസറാണ്, അറിയാൻ വയ്യ. ഗൈസ് വേറൊരു ഡിനോസർ ഗൈസ്. ഓ ഇതെന്തോ ഡിനോസർ, എല്ലാം ഡിനോസറാണ്. ആ ഒരു ഇത് ഫുള്ള് ഡിനോസറാണ്. അടുത്ത ഡിനോസർ. ഇതുകൊണ്ട് ഇഷ്ടംപോലെ അവിടുത്തെ ഒരു 600 മീറ്റർ അവിടെ അത്രയും ഡിനോസറാണ്. തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ് ഡിനോസർ. ഗൈസ് അത് കഴിഞ്ഞ് മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഒക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ചിത്രങ്ങൾ, പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഒരു നീല ഒരു ഇത് കാണുന്നില്ലേ, അത് ഫുള്ളത് എന്താണെന്നുള്ളത് എഴുതി വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഓരോന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിച്ചോളാൻ വയ്യ, അങ്ങനെ കുറച്ച് ഇതായി. പിന്നെ നമ്മൾ കുരങ്ങന്മാരെ കണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്കിരിക്കുന്ന കണ്ടാ, ഇവരെ കാരണം നമുക്ക് മണ്ടയിലോട്ട് കയറിപ്പോകാൻ പറ്റിയില്ല. പിന്നെ ഗൈസ് കയറിപ്പോയി, ബുദ്ധൻ്റെ അവിടെയൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നൃത്തശില്പമൊക്കെ കണ്ട് ഗൈസ്. അത് കഴിഞ്ഞു. ഇതെന്തുവാണെന്ന് മനസ്സിലായില്ല ഗൈസ്. ഇങ്ങനെ കുറേ ഇതുമുണ്ട്, എന്തുവാണെന്ന് മനസ്സിലായില്ല. ഇങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അതും എന്തോ ഇതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ട് വന്നപ്പോൾ ഈ കുരങ്ങന്മാർ ഫുള്ള് അവിടെ നിൽക്കുന്നു. അപ്പോൾ പോകണോ വേണ്ടേ എന്നുള്ളൊരിതായിരുന്നു. പിന്നെ കുരങ്ങന്മാർ കയറിപ്പോയ ടൈമിൽ കൊച്ചുങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്ത് വന്ന എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയി, കുറച്ചങ്ങ് ഇറങ്ങിപ്പോയി. ഇവിടെയൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങി. പേടിച്ചാണ് പോയത്. വന്ന് എടുക്കും. ഇതാണ് ഗൈസ് ഡാം. നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി കാലൊക്കെ കഴുകിയിട്ടാണ് വന്നത്. നല്ല തണുപ്പായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഉള്ളൊരു ഇതാണ്. കുരങ്ങൻ വരുമെന്ന് വിചാരിച്ച് കമ്പൊക്കെ കൊണ്ടുവരുന്നു ഗൈസ്, കണ്ടോ. അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.